ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് സ്മാർട്ട് റിവിഷൻ പ്ലാനുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. കുറേയേറെ പേര് പ്രസ്താവനാ ചോദ്യങ്ങൾ ചോദിച്ചു. പ്രസ്താവനാ ചോദ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോർഷനിൽ നിന്ന് നമ്മൾ തന്നെ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ്. എങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് ഉത്തരം നൽകാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ പ്ലാനിൽ നമ്മൾ ഓരോ ടോപ്പിക് വൈസാണ് നടത്തുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം കഴിഞ്ഞു, ഇന്ത്യൻ ഭരണഘടന കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള നവോത്ഥാനം തുടങ്ങി കുറേ കാര്യങ്ങൾ GK പഠിക്കാനുണ്ട്. സയൻസ് മുഴുവനായിട്ടും തീർത്തു. അപ്പോൾ പ്രസ്താവനയ്ക്ക് ഉത്തരം എഴുതാൻ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളിലെല്ലാം പ്രധാന പോയിന്റുകൾ പഠിക്കുക. ഇവിടുത്തെ പ്രസ്താവന ഇതാണ്: ചേരുംപടി ചേർക്കുക, മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളും അധ്യക്ഷന്മാരും. ഇതേ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളും അധ്യക്ഷന്മാരും എന്ന രീതിയിൽ നമുക്ക് വരാം. നമ്മളിവിടെ പ്രസ്താവനയല്ല പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്ന വർഷം, അധ്യക്ഷൻ, നടന്ന സ്ഥലം. ഒന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം 1916. ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷൻ, നടന്നത് പാലക്കാട്. രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1917. സർ CP രാമസ്വാമി അയ്യർ, നടന്നത് കോഴിക്കോട്. മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം വർഷം 1918. അധ്യക്ഷൻ ആസാദ് അലി ഖാൻ, നടന്നത് തലശ്ശേരി. നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം വർഷം 1919. അധ്യക്ഷൻ KP രാമൻ മേനോൻ, നടന്നത് വടകര. അപ്പോൾ പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി, വടകര. ഓർഡർ അതാണ്: 16, 17, 18, 19. പിന്നെ അധ്യക്ഷൻ ആനി ബസന്റ്, രാമസ്വാമി അയ്യർ, ആസാദ് അലി ഖാൻ, KP രാമൻ മേനോൻ. ഇങ്ങനെ ഈ രീതിയിലാണ് പ്രസ്താവനകൾ പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ വീഡിയോസ് എല്ലാം കയറി റിവിഷൻ പ്ലാൻ